ഈ നിമിഷങ്ങളിൽ ഞാൻ 7 അമ്മമാരെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേത് നസറേത്തിലെ പരിശുദ്ധ മറിയമാണ്. ആദ്യത്തെ അമ്മ നസറേത്തിലെ അമ്മ നൽകുന്ന ശീലങ്ങളുടെ സൗന്ദര്യം എന്നതാണ്. എന്നെ കേൾക്കുന്നവർ ഇത് ഒരു പഠന ധ്യാനം പോലെ തന്നെ സ്വീകരിക്കണമേ. ഒരു കൺവെൻഷൻ പ്രസംഗത്തിന്റെ പതിവ് സ്റ്റേജ് ചാരുതയ്ക്കപ്പുറം ഒരു വേദ പഠന ധ്യാനം പോലെ ഈ തിരുവചന ശുശ്രൂഷ സ്വീകരിക്കണമെന്ന് ഈ വിനീതൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യും. ഒന്ന്, വേദത്തിൽ നിന്ന് സ്ത്രീത്വത്തിന്റെ മഴവില്ലഴകിൽ ഒന്നാമത്തെ തലക്കെട്ട് നസറേത്തിലെ അമ്മ നൽകുന്ന ശീലങ്ങളുടെ സൗന്ദര്യം, ലൈഫ് സ്റ്റൈൽ ബ്യൂട്ടി ഓഫ് സെയിന്റ് മേരി. നമുക്കറിയാം, നസറേത്തിലെ കുടുംബം വർത്തമാനകാലത്തിന് ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവര് അപ്പനും അമ്മയും ജോസഫും മറിയയും ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ല. വലിയ ബിരുദങ്ങളോ ബാങ്ക് ബാലൻസോ ഒന്നുമില്ല. ഒരു കൊച്ചുമുറി, കൊച്ചു വീട്, മരയാശാരിയുടെ ഓണംകേറ മൂലയിലുള്ള കൊച്ചു വീട്, തിരുക്കുടുംബം. പക്ഷേ ആ വീടിനെ കുറിച്ച് സുവിശേഷം ആവർത്തിച്ച് ചിലയിടങ്ങളിൽ പറയുന്ന ഒരു വാക്കുണ്ട്, പതിവ് പോലെ എന്നാണ്. ആസ് യൂഷ്വൽ. പതിവ് പോലെ എന്ന വാക്ക് ശീലത്തെ സൂചിപ്പിക്കുന്നതാണ് എല്ലായിടത്തും. നമ്മുടെ ജീവിതത്തിലും പതിവ് പോലെ എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതത്തിന്റെ അച്ചടക്കത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഇറ്റ് ഡിനോട്ട്സ് ദ ഡിസിപ്ലിൻ ഓഫ് അവർ ലൈഫ്. പതിവ് പോലെ അവർ പെരുന്നാളിന് പോയി എന്ന് പറഞ്ഞ് അഴകോടെ തുടങ്ങുന്ന ഒരു വാക്യമുണ്ട്. ജോസഫിനെയും മറിയെ കുറിച്ചാണ്. യേശുദമ്പുരാനെ കുറിച്ച് വായിക്കുന്നുണ്ട്, പതിവ് പോലെ അവൻ സിനഗോഗിൽ ചെന്നു. പതിവ് പോലെ എന്ന നസറേത്തിലെ കുടുംബത്തെ കുറിച്ച് പറയുന്നു. ആസ് യൂഷ്വൽ. വിശുദ്ധ ലൂക്കോസ് 2:41 വായിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകാൻ ഒക്കുന്നില്ല. നിങ്ങൾ എന്നോടൊപ്പം വരുന്നു എന്ന് ഞാൻ വിചാരിക്കുക. മാതാപിതാക്കൾക്ക് ഒരു പതിവിന്റെ ശീലമുണ്ടെങ്കിൽ ആ വീട് അനുഗ്രഹിക്കപ്പെടുന്ന വീടാവും. അമ്മ എന്നുള്ള ഒരു 2 അക്ഷരത്തിൽ ഈ ബ്രഹ്മാണ്ഡ സാഹിത്യമൊക്കെ കുറിപ്പത എന്ന് പണ്ട് കവിയത്രി പാടിയിട്ടുണ്ട്. വിശ്വസാഹിത്യമാണ് അമ്മ എന്ന വാക്ക്. ആ അമ്മയിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്, ഓരോ അമ്മയിൽ നിന്നും. നസറേത്തിലെ വീട് പതിവുകൾ സൃഷ്ടിച്ച വീടാണ്. അമ്മ മുട്ടിന്മേൽ ഓച്ചാനിച്ചു നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രാർത്ഥിപ്പാൻ ദൈവത്തിന് മുമ്പിൽ മറിയാം നിന്നിടും നേരം സ്വർഗം അവൾക്ക് ദൂത് കൊടുത്തു. അവിടെ ആമേൻ എന്ന് പറഞ്ഞു അമ്മ. ഈ അമ്മയുടെ മകൻ ഒലിവ് മരത്തിന്റെ തോട്ടത്തിന്റെ ഇടയിൽ, ഗത്സമൻ തോട്ടത്തിൽ, കഴിയുമെങ്കിൽ പാനപാത്രം നീങ്ങിപ്പോകണം, അവിടെയും പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അമ്മയും മകനും ഒക്കെ ഒരേപോലെ പറഞ്ഞു ജീവിത സങ്കീർണതകളിൽ ദൈവത്തോട് ആമേൻ. ഇതാണ് പതിവിന്റെ ഗുണം. അപ്പനും അമ്മയ്ക്കും ചില പതിവുകൾ ഉണ്ടെങ്കിൽ മക്കളിലേക്ക് അത് പകരും. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഇടവകയിൽ ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ യുവജന പ്രസ്ഥാനത്തിൽ ചെറുപ്പക്കാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. അപ്പോൾ ഞാൻ അവരോട് പറയും, വീടുകളിൽ അപ്പനും അമ്മയും വാചക പ്രാർത്ഥന നടത്തുന്നുണ്ടെങ്കിൽ അത് മക്കള് കേട്ട് അവരും പ്രാർത്ഥിക്കും. നമ്മുടെ വീടുകളിൽ ചില ശീലങ്ങളുടെ സൗന്ദര്യം ഉണ്ടാകണം. സ്വർഗം എവിടെയാണ്? ഇനി കിട്ടാനുള്ളതൊന്നുമല്ല. ഖുർആൻ പറയുന്നുണ്ട്, മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. തൈത്തിരീയ ഉപനിഷത്ത് പറയുന്നുണ്ട്, മാതൃദേവോ ഭവ, അമ്മ തന്നെയാണ് ദേവൻ. തിരുക്കുടുംബത്തിലൊരു ശീലമുണ്ടായിരുന്നു. അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ശീലമാണ്. എബ്രഹാം ലിങ്കൻ പറയുന്നുണ്ട്, ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകത്തിന്റെ പേര് അമ്മയാണ്. ഏറ്റവും നല്ല പുസ്തകം. നമ്മുടെ ഭാരതത്തിന്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീ KT തോമസ്, അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം ജീവിത വിജയത്തെ കുറിച്ച് പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിൽ ഞാൻ ദൈവഭയത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ടാണ് നല്ല ന്യായാധിപനാകാൻ കഴിഞ്ഞത്. തലമുറകളെ സ്വാധീനിക്കുന്ന ഭവനത്തിന്റെ ശീലമുണ്ട്. നമ്മൾ ഇന്ന് നമ്മുടെ വീടുകളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ശീലങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് ഈ ശീലം? ഈ സാധാരണ പറയാറുണ്ട്, മക്കൾ 2 തരം അച്ചടക്കം പഠിക്കണം. ഒന്ന് വീട്ടച്ചടക്കം, 2 നാട്ടച്ചടക്കം. എന്നെ കേൾക്കുന്ന മുതിർന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കറിയാം എന്നെക്കാൾ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ. വീട്ടച്ചടക്കം പഠിക്കുന്നത് അമ്മയിൽ നിന്നാണ്.
ഒരു പെൺകുട്ടി എങ്ങനെ പെരുമാറണം ഒരു വീട്ടിൽ, അമ്മയിൽ നിന്നാണ്. നാട്ടച്ചടക്കം പഠിക്കുന്നത് അച്ഛനിൽ നിന്നാണ്. അപ്പൊ ഉദാഹരണമായി എങ്ങനെ സംസാരിക്കണമെന്ന് കൂടെ, അമ്മയോട് സ്നേഹത്തോടെ സംസാരിക്കണം, അച്ഛനോട് സംസ്കാരത്തോടെ സംസാരിക്കണം, സുഹൃത്തുക്കളോട് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കണം, അധ്യാപകരോട് ബഹുമാനത്തോടെ സംസാരിക്കണം, കുട്ടികളോട് ഉത്സാഹത്തോടെ സംസാരിക്കണം, അധികാരികളോട് വിനയത്തോടെ സംസാരിക്കണം. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. എങ്ങനെ ആയിരിക്കണം നമ്മുടെ മക്കൾ സംസാരിക്കേണ്ടെന്നാണ്. ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. പണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തിയിരുന്നത് ഒരു വീട്ടിൽ 80% ബന്ധങ്ങളും 20% മീഡിയയുമായി. പണ്ട് എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ 8-10 പേര് കാണും, 6-7 മക്കള് കാണും, 2 മാവിമാര് കാണും, ഒരു ഉപ്പാപ്പൻ കാണും, എല്ലാവരും കാണും. ഈ എങ്ങോട്ട് തിരിഞ്ഞാൽ ഈ ബന്ധങ്ങളുണ്ട്. അവരിൽ നിന്നാണ് ഒത്തിരി ഒരു കുഞ്ഞ് മോൾഡ് ചെയ്യപ്പെടുക. മീഡിയ എന്ന് പറയുന്നവരില്ല. പണ്ട് ആകാശവാണി, അല്ലെ പിന്നെ പഴയ എന്നെ കേൾക്കുന്നവർക്കറിയാം ദൂരദർശനം ഉണ്ടായിരുന്നു. അതിന്റെ തന്നെ വീടിന്റെ മേളിൽ കയറി ആന്റിന തിരിച്ചാണ് ഈ സംഗതി ക്ലിയർ ചെയ്യുന്നത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ മീഡിയ ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. ഒരു പത്രം വന്നാല് 80% ഒരാൾക്ക് കിട്ടിയിരുന്ന ഇൻപുട്ട് ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്. ബാക്കി 20% മീഡിയയാണ്. അതുകൊണ്ട് ഈ ബന്ധങ്ങൾ മോൾഡ് ചെയ്ത തലമുറകളൊക്കെ ഇതിങ്ങനെ സ്റ്റേബിൾ ആണ്. അവർ മൂല്യങ്ങളെ സൂക്ഷിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് 80% മീഡിയയും 20% റിലേഷൻഷിപ്പുമാണ്. നമ്മുടെ വീട്ടിൽ ആകെ 3 പേരേ ഉള്ളൂ. പിള്ളേര് അധികം ഇല്ല, 1 ഉള്ളൂ, അല്ലെ 1.25 അല്ലെ 2. അപ്പനും അമ്മയും ആകെ 2-3 പേർ. ഉപ്പാപ്പനോ മാവിയോ കൊച്ചപ്പനോ ഒന്നുമില്ല. എന്നതൊക്കെ ആ ഇനമൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ മീഡിയയോ, നമ്മുടെ അപ്പന്റെ 2 പോക്കറ്റിലും മൊബൈലുണ്ട്, അമ്മയ്ക്ക് 3 ഉണ്ട്. 3 മൊബൈലിനകത്ത് 4 വാട്സാപ്പ് കണക്ഷനാണ് പുള്ളിക്കാരിക്ക്. പിന്നെ പിള്ളേർക്കും ഉണ്ട്. ചുറ്റും മീഡിയയാണ്. അപ്പൊ ഇന്ന് 80% മീഡിയയുടെ ഇൻപുട്ടാണ് നമ്മുടെ തലമുറക്ക് കിട്ടുന്നത്. എന്ത് മൂല്യമാണ്. ബാക്കി 20% ആണ് റിലേഷൻഷിപ്പ്. തലമുറകളിൽ ഉണ്ടായ വ്യത്യാസം ഇതാ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ സെൻസർ ബോർഡ് ആരായിരുന്നു? അപ്പനാണ്, അല്ലെങ്കിൽ അമ്മയാണ്. ഇന്ന് സെൻസർ ബോർഡ് ആരാ? നമ്മുടെ മക്കളാ. ഏത് ചാനൽ കാണണമെന്ന് തീരുമാനിക്കും നമ്മുടെ കുഞ്ഞുങ്ങളാ. ഏത് കോഴ്സിന് പോകണമെന്ന് തീരുമാനിക്കും നമ്മുടെ കുഞ്ഞുങ്ങളാ. ഏത് വസ്ത്രം ധരിക്കണോ തീരുമാനിക്കും നമ്മുടെ കുഞ്ഞുങ്ങളാ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നസറേത്തിലെ തിരുക്കുടുംബം ഒരു യൂണിവേഴ്സിറ്റിയാണ്. ശീലങ്ങളുടെ സൗന്ദര്യം തലമുറകളിലേക്ക് നല്ല മൂല്യങ്ങളെ പകർന്നു കൊടുത്തു. അമ്മമാരുടെ പ്രാർത്ഥനയെ മക്കളിലേക്ക് ചേരേണ്ടത്. എൻ മകൻ ആശു നടക്കുന്ന നേരവും കന്മഷം തീർന്നിരുന്നിടുന്ന നേരവും കന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു നീ രക്ഷിച്ചിടുക ദൈവമേ എന്നാണ് പണ്ട് ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോ കൗസല്യ പ്രാർത്ഥിച്ചത്. എനിക്ക് ഇഷ്ടമാണ് ആ ശ്ലോകം. എൻ മകൻ ആശു നടക്കുന്ന നേരവും കന്മഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുക നീ ദൈവമേ. മക്കൾ പോകുമ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയും അപ്പനും. ശീലങ്ങളുടെ സൗന്ദര്യം. ഇന്നോ കുഞ്ഞ് 10th ആവുമ്പോഴേ നമ്മൾ പിള്ളേരെ എന്താ സെപ്പറേറ്റ് ചെയ്യാം. അവള് പിന്നെ ഒന്നും നോക്കണ്ട, അവളെ പഠനമുറി മാത്രം. കുഞ്ഞ് +1 ആയിക്കഴിഞ്ഞാൽ അവളെ സെപ്പറേറ്റ് ചെയ്യാം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. വീട് എങ്ങനെയായിരുന്നു അതിനനുസരിച്ചായിരുന്നു നമ്മുടെ മക്കൾ വളർന്നിരുന്നത്. എന്നേക്കാൾ മുതിർന്ന തലമുറ ഇതിന്റെ ശ്രോതാക്കളാണ്. എവിടെയാണ് പ്രിയപ്പെട്ടവർ നമുക്ക് പിഴവ് പറ്റിയത്? നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒത്തിരി സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വളർത്തുക. നഷ്ടപ്പെടുന്നത് നസറേത്തിന്റെ ലൈഫ് സ്റ്റൈൽ ബ്യൂട്ടിയാണ്. ലൈഫ് സ്റ്റൈൽ ബ്യൂട്ടി ഓഫ് ഹോളി ഫാമിലി. സ്ത്രീത്വത്തിന്റെ മഴവില്ലഴക് 1ാമത്തെ തലക്കെട്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുക. എന്നെ കേൾക്കുന്നവർ അക്കമിട്ട് ഇത് ചിന്തിച്ചു കൊള്ളണമെന്ന് വിനയപൂർവ്വം ആഗ്രഹിക്കുന്നു. ഞാൻ വീട്ടച്ചടക്കം പഠിപ്പിക്കുന്ന ഒരു അമ്മയുണ്ട് അവിടെ. നാട്ടച്ചടക്കം പഠിപ്പിക്കുന്ന ഒരു അപ്പനുണ്ട് അവിടെ. ഈ ദേവാലയത്തിൽ വെച്ചൊരു കുഞ്ഞിനെ കളഞ്ഞു പോയില്ലേ 12ാമത്തെ വയസ്സിൽ? ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമ്പോൾ ഈ അമ്മ ചോദിക്കുന്നുണ്ട്, ലുക്ക് മോനെ, ലുക്ക്, യുവർ ഫാദർ ആൻഡ് ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ യു ഇൻ എ ഗ്രേറ്റ് ആങ്സൈറ്റി. എന്റെ അപ്പനും ഞാനും എത്രമാത്രം കൗതുകത്തോടെ ജിജ്ഞാസയോടെ നിന്നെ അന്വേഷിച്ചു. അവിടെയൊക്കെ അമ്മ ഉപയോഗിക്കുന്ന ഭാഷയുടെ അപാരമായ ചാരുതയും സൗന്ദര്യവും ഒക്കെ ഉണ്ട്.
നമുക്ക് സമയമില്ല വിഷയം. അതുകൊണ്ട് വീടുകളിലൊരു സംസ്കാരം രൂപപ്പെടാൻ ശീലങ്ങളുടെ സൗന്ദര്യം പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ മറിയം. അക്കമിട്ട് സൂക്ഷിക്കണമേ. ഒന്ന്, ലൈഫ് സ്റ്റൈൽ ബ്യൂട്ടി ഓഫ് നസറേത്ത്. നസറേത്തിലെ ഭവനം നൽകുന്ന ശീലങ്ങളുടെ സൗന്ദര്യം. രണ്ട്, മഴവില്ലഴകിൽ രണ്ടാമത്തേത്. മഴവില്ലിന് 7 നിറമാണെങ്കിൽ രണ്ടാമത്തേതിലേക്ക് പോകാം. ഞാൻ മറ്റൊരാളെ കുറിച്ചാണ് പറയുന്നത് പഴയ നിയമത്തിൽ. സിപ്പോറ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്ത ബോധം. റെസ്പോൺസിബിലിറ്റി ഓഫ് സിപ്പോറ. ഹൂ ഈസ് സിപ്പോറ? ആരാണ് സിപ്പോറ? ചിന്തിക്കുന്നുണ്ടാവും. സിപ്പോറ മോശയുടെ പ്രിയപ്പെട്ട ഭാര്യ. പുറപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. ഇത്രോയുടെ 7 പുത്രിമാരിൽ ഒരാൾ മോശയുടെ ഭാര്യ. ബൈബിളിൽ 4 തവണ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. 3 തവണ പുറപ്പാട് സംഭവത്തിന് മുൻപും 1 തവണ പുറപ്പാട് യാത്രയുടെ മധ്യത്തിലും. സിപ്പോറ. സിപ്പോറയിലേക്ക് എന്നെ കേൾക്കുന്നവരെ ഒന്ന് വരാം. സിപ്പോറ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വ ബോധം. വർത്തമാനകാലത്തിന്റെ അമ്മമാർക്കും കുടുംബങ്ങൾക്കും നസറേത്തിലെ അമ്മ നൽകുന്ന ശീലങ്ങളുടെ ബോധം, ശീലങ്ങളുടെ സൗന്ദര്യം. മോശയുടെ ഭാര്യ സിപ്പോറ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വ ബോധം. സിപ്പോറ എന്ന വാക്കിന്റെ അർത്ഥം പക്ഷിക്കുഞ്ഞ് എന്നാണ്, കുരുവി എന്നാണ്. സിപ്പോറയെ കുറിച്ച് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നല്ല പേരാണ് കേട്ടോ സിപ്പോറ. കൊച്ചുങ്ങൾക്ക് പേരിടാൻ നമ്മൾ തപ്പിക്കൊഴയുമ്പോ ഈ പേര് അധികം കേട്ടിട്ടില്ല. സൂക്ഷിച്ചു വെച്ചോ, എഴുതിക്കോ. സിപ്പോറ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾ. ദൈവം ക്രൂരമായി മോശയോട് ഇടപെടുന്നു. പശ്ചാത്തലം ഞാൻ പറയാം. ഈ മോശ ഇസ്രായേൽ ജനത്തെയും കൊണ്ട് പോവുകയാണ് കേട്ടോ. നേതാവായി, അവരുടെ നേതാവായി വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര പോകും. വഴിയിൽ വെച്ച് ദൈവം മോശയെ വധിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവിടെ നാം വായിക്കുന്നത് 4-ാം അധ്യായത്തിൽ. കൂടെ ഭാര്യയുണ്ട്, സിപ്പോറ. നിങ്ങൾ ചിന്തിക്കണം. ദൈവം മോശയെ കൊല്ലാൻ തുടങ്ങുന്നു എങ്ങനെയോ. അത് നാടകീയമായ ഒരു ആവിഷ്കാരമാണ് 4-ാം അധ്യായത്തിൽ. ഒരു ഡ്രമാറ്റിക് പ്രസന്റേഷനാണ്. മോശ അന്താളിച്ചു നിന്നു, വിരണ്ടു നിൽക്കുകയാണ്. ഈ സിപ്പോറ എന്താ ചെയ്തെന്നറിയാം. തനിക്ക് 2 ആൺപിള്ളേരാണ് മോശയ്ക്ക്, ഗർഷോമും എലയാസറും. നിങ്ങൾ വേറെ പുസ്തകം ഇപ്പോ അങ്ങനെ കൂടെ വായിച്ചു പോകണമെന്നില്ല, എന്നെ കേട്ടാൽ മതി. വായിച്ചു നോക്കിക്കോണം ഇടയ്ക്ക്. ഒരു കണ്ണ് ബൈബിളിനകത്തും ഒരു കണ്ണ് ഈ ഉള്ളവരിലേക്ക് നോക്കിക്കൊള്ളണം. ഈ സിപ്പോറ മോശയെ ദൈവം കൊല്ലാൻ തുടങ്ങുമ്പോൾ തന്റെ കയ്യിലിരുന്ന ഒരു കത്തി എടുത്ത് മകന്റെ അഗ്രചർമ്മം ഛേദിച്ച് ഭർത്താവിന്റെ കാൽക്കലിട്ടു. മനസ്സിലായില്ലേ? എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, നീ എനിക്ക് രക്തമണവാളൻ. എല്ലാവരും ഇത് കേൾക്കുന്നെന്ന് വിചാരിക്കുന്നു. നീ എനിക്ക് രക്തമണവാളൻ. എന്താ സംഭവിച്ചെന്ന് മനസ്സിലായി? ലക്ഷക്കണക്കിന് ആളുകളുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന മോശ, അനേക കുടുംബങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന മോശ ഈ വലിയ ജേണിയുടെ മുന്നിൽ നടക്കുമ്പോൾ ദൈവം മോശയെ വല്ലാതെ നിഗനിക്കാൻ തുടങ്ങുമ്പോൾ മോശ വിരണ്ടുപോയി. അപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ? മോശ വിരണ്ടുപോയപ്പോൾ ഈ ഭാര്യ തന്റെ 2 ആൺമക്കളിൽ ഒരാളുടെ അഗ്രചർമ്മം ഛേദിച്ച് പരിച്ഛേദന നടത്തി ആ അഗ്രചർമ്മം ഭർത്താവിന്റെ കാൽക്കലിട്ടിട്ട് പറഞ്ഞു, നീ എന്റെ രക്തമണവാളൻ. ഇതിന്റെ അർത്ഥം എന്നറിയാം. ഇതിന്റെ അർത്ഥം അറിയണമെങ്കിൽ ഉൽപ്പത്തി 17 പോകണം. ഇപ്പൊ പോണ്ട, ഞാൻ പറയുന്ന കേട്ടാ മതി. ഉൽപ്പത്തി 17 ഇങ്ങനെയാണ്. 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എല്ലാ ഇസ്രായേൽ മക്കളും പരിച്ഛേദന ഏൽക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ഇസ്രായേൽ പുരുഷനും പരിച്ഛേദന ഏൽക്കേണ്ടതാണ്. മോശയ്ക്ക് 2 ആൺപിള്ളേരുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിന് അത് സർക്കംസിഷൻ നടത്തിയിരുന്നില്ല. ഇത് മോശ ശ്രദ്ധിച്ചില്ല. അല്ലേലും ഞാൻ ഉൾപ്പെടെയുള്ള പല ആണുങ്ങൾ എങ്ങനെയാണ് നാട് നന്നാക്കും, ഇടവക നന്നാക്കും, നാട്ടുകാരെ ഉപദേശിക്കും, പുറത്ത് വലിയ പുള്ളികളാണ്. പക്ഷേ വീട്ടിലെ കാര്യം വിട്ടുപോകാറുണ്ട്. പുരുഷന്റെ ലോകം വലിയ ലോകം, ചെറിയ ലോകം വിട്ടുകളയും. പക്ഷെ ഒരു സ്ത്രീ അങ്ങനെയല്ല. അവൾ എത്ര വലിയ ജോലിക്കാരിയായാലും വീട് അവളുടെ പ്രൈമറി കോൺസെപ്റ്റിലുള്ള ഒന്നാണ്. എന്ന് പറഞ്ഞാൽ
എല്ലാ ഇസ്രായേൽ മക്കളും പരിച്ഛേദന ഏൽക്കാൻ ബാധ്യസ്ഥരായിരിക്കെ മോശ സ്വന്തം കൊച്ചിന്റെ കാര്യം മറന്നുപോയി. സ്വന്തം വീട്ടിലെ പൊന്ന് പിച്ചളയായത് അറിഞ്ഞില്ല. എന്നാൽ ഈ അമ്മ അത് പെട്ടെന്ന് മനസ്സിലാക്കി. വളരെ ബുദ്ധിമതിയാണ് സിപ്പോറ. മോശ പെട്ടെന്ന് ഈ നിമിഷങ്ങൾക്കകം ഈ പരിച്ഛേദന നടത്തി ആ മരണത്തിൽ നിന്ന് മോശയെ രക്ഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ വീട്ടിൽ ആർക്കാണ് ഉത്തരവാദിത്വം? ഭർത്താവ് മറക്കുന്ന കാര്യങ്ങൾ, പിതാവ് അവഗണിച്ച ദൗത്യം അമ്മ പാലിക്കുന്നു. എന്നെ ഒത്തിരി അമ്മമാര് കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ വീടിന് വേണ്ടി കിടന്ന് ഓടുക. ആ മനുഷ്യൻ വിട്ടാലും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കുറെ കൂടെ ഉത്തരവാദിത്വം നമുക്കല്ലേ അമ്മമാര്? പണ്ടൊക്കെ നമ്മുടെ നസ്രാണി കുടുംബങ്ങളിൽ നിലവിളക്ക് തെളിയിക്കുമായിരുന്നു. സൗദി അറേബ്യയിൽ അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നാട്ടിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ, സന്ധ്യകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ഇപ്പോൾ നിലവിളക്ക് നഷ്ടപ്പെട്ടില്ലേ? എന്നെ കേൾക്കുന്ന അമ്മമാർക്കൊരു കുറ്റബോധം തോന്നുന്നില്ലേ? ഇങ്ങനെ എത്ര മൂല്യങ്ങൾ നമ്മുടെ വല്യമ്മച്ചി നമ്മളെ നാട്ടിലെ പള്ളിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പരിശീലിപ്പിച്ചത് എങ്ങനെയാണ്? തലേന്ന് മുതൽ പിറ്റേന്ന് ഉച്ചവരെയുള്ള ചില ശീലങ്ങളൊക്കെ തന്ന് ശരിക്കും നമ്മുടെ മക്കളിലേക്ക് നമ്മളത് കൊടുത്തിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മയെ, മാതാവേ, ശ്രദ്ധിക്കണം. സിപ്പോറയുടെ ഉത്തരവാദിത്വ ബോധം ഒരു വീടിനുണ്ടാകണം. പൈതൃകമായി കിട്ടിയ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, സുറിയാനി സഭയുടെ ബോധ്യങ്ങൾ കുടുംബങ്ങളിൽ പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അപ്പനേക്കാൾ അത് അമ്മയ്ക്കാണ് കേട്ടോ. മോശ മറന്നുപോയത് സിപ്പോറ പൂരിപ്പിക്കുന്നു. ഞാൻ ആവർത്തിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ മോശ മറന്നുപോയാലും, ഞാൻ ആണുങ്ങളെ ന്യായീകരിക്കുകയല്ല, ഫെമിനിസ്റ്റുകാരൊന്നും എഴുന്നേക്കരുത്, ഞാൻ ആണുങ്ങളെ ന്യായീകരിക്കുകയല്ല. നിങ്ങളുടെ മോശ മറന്നുപോയാലും ആ സോഫായിലിരിക്കുന്ന സിപ്പോറ ഉണ്ടല്ലോ, ഇപ്പോ ഞാൻ ഈ സൂമിൽ കാണുന്ന ഒരുപാട് സിപ്പോറമാരുണ്ട്. ആ സിപ്പോറമാരും മറക്കരുത്. വീട് ശരിയാക്കിയിട്ട് വേണം എന്റെ പ്രിയപ്പെട്ട പിതാവേ മോശയെ നാട് നന്നാക്കാൻ. ഞാൻ എന്നോടും കൂടെ പറയേണ്ട ഒരു കാര്യമാണ്. പുരുഷന് ചില പ്രത്യേകതകളുണ്ട്. അവന് ഓവർ കെയർ എപ്പോഴും ഇറിറ്റേഷൻ. അവനെപ്പോഴും ഭാര്യയിൽ നിന്ന് വേണ്ടത് അച്ചീവ്മെന്റിൽ സപ്പോർട്ടാ. ഈ ഇത്രോവിന്റെ മോള് സിപ്പോറയുടെ ഗുണം എന്തെന്നറിയാം? ഈ ആദ്യം മോശ കല്യാണം കഴിച്ചും മക്കളൊക്കെ ഉണ്ടായി ഈ യാത്ര പോകുമ്പോൾ ഈ ഭാര്യയും പിള്ളേരും കൊണ്ടുപോകുന്നില്ല. മോശ ഒറ്റയ്ക്കാണ് ഇതിന്റെ ലീഡർഷിപ്പ്. കുറെ കഴിഞ്ഞിട്ടാണ് ഇത്രോ ഈ മോളെയും കൊച്ചുമക്കളെയും കൂടെ മോശയെ കൊണ്ട് ഏൽപ്പിക്കുന്നത്. ഇത്രോയ്ക്ക് പേടി തോന്നിക്കാണും, മരുമോനിട്ടിട്ട് പണി നിന്നിട്ട് പോയതാണോ എനിക്കറിയാൻ പാടില്ല. കൊണ്ട് ഏൽപ്പിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശതാധിപനെയൊക്കെ നിയമിച്ച് അങ്ങനെ കുറെ ഇസ്രായേൽ ജനത്തിന്റെ ചില ലീഡർഷിപ്പ് സ്ട്രക്ചർ ഉണ്ടാക്കിയത് ഇത്രോ എന്ന് പറയുന്ന അമ്മായിയപ്പന്റെ ഹെൽപ്പാ കേട്ടോ. നല്ല അമ്മായിപ്പന്മാർ അങ്ങനെ മരുമക്കളെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഈ ഇത്രോ കൊണ്ടാക്കുന്നു മോളെയും കൊച്ചുങ്ങളെയും കൂടെ. പക്ഷെ സിപ്പോറ അന്നേരം കൂടെ പോകുന്നില്ല. ഇന്നത്തെ സിപ്പോറമാരാണെങ്കിൽ കൂടെ പോയേനെ. പക്ഷെ സിപ്പോറ മോശയെ തന്നിച്ചു വിട്ടിട്ട് മോശയ്ക്ക് അച്ചീവ്മെന്റിനുള്ള സപ്പോർട്ട് കൊടുക്കുക പുറമെ. മനസ്സിലായി കാണും. പല ആണുങ്ങളും തല ഉലുക്കുന്നുണ്ട്. പറയച്ച എത്തിലൂടെ പറഞ്ഞു വിഷയം. പുരുഷന് വേണ്ടത് ഇത്തരം ചില സപ്പോർട്ടാണ്, അച്ചീവ്മെന്റിൽ സപ്പോർട്ടാണ്. വിമോചന ദൗത്യവുമായി പോകുന്ന ഭർത്താവിനെ സ്വതന്ത്രമായി പോകാൻ അനുവദിച്ചിട്ട് മക്കളെയും കൂട്ടി സ്വന്തം അപ്പന്റെ വീട്ടിലേക്ക് തിരികെ പോവുക. ആ വീടിന്റെ ഒരു ഭംഗി കണ്ടോ? മോശയുടെ വീട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാം. അമ്മയായിരുന്നു ഈ വൺ പേരന്റ് ചിൽഡ്രൻ എന്ന് കേട്ടിട്ടില്ലേ? ഇന്ന് പാശ്ചാത്യ സംസ്കാരത്തിലും നമ്മുടെ സംസ്കാരത്തിലും ഒക്കെ പറയുന്നത് വൺ പേരന്റ് ചിൽഡ്രനാണ്. ഏതെങ്കിലും ഒന്നിനെ ഉള്ളു ഉത്തരവാദിത്വം, ഒന്നുകിൽ അപ്പന് അല്ലെങ്കിൽ അമ്മയ്ക്ക്. മോശയുടെ വീട് ഒരു വൺ പേരന്റ് ചിൽഡ്രൻ ആയിരുന്നു. അപ്പൻ വലിയ കാര്യമായിട്ട് പിള്ളേരെ ഗവനിച്ചില്ല, പുള്ളി നാട് നന്നാക്കാൻ നോക്കണം. പോകട്ടെ. എന്തായിരുന്നാലും മഴവില്ലഴകിൽ രണ്ടാമത്തേതും അവസാനിച്ചു. ഒന്ന്, ലൈഫ് സ്റ്റൈൽ ബ്യൂട്ടി ഓഫ് നസറേത്ത്. രണ്ട്, റെസ്പോൺസിബിലിറ്റി ഓഫ് സിപ്പോറ, സിപ്പോറയുടെ ഉത്തരവാദിത്വ ബോധം. അപ്പൊ മഴവില്ലഴകിൽ രണ്ട് സ്ത്രീകൾ അക്കമിട്ട് ഓർമ്മയിരിക്കണം. ഒന്ന് മറിയം, രണ്ട് സിപ്പോറ. മൂന്ന്, മോറൽ കറേജ് ഓഫ് റൂത്ത്.
രൂത്തിന്റെ ധാർമ്മിക ധീരത. രൂത്ത് വളരെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി. സഖി എന്നാണ് അർത്ഥം. കമ്പാനിയൻ, സഖി. നവോമി എന്ന് പറയുന്ന അമ്മച്ചിയുടെ പൊന്നുപോലുള്ള മരുമോള്. മരുമക്കളായ എങ്ങനെ വേണമെന്ന് ഈ ഭൂമി മലയാളത്തിലെ സകലമാന അമ്മമാരും പറയുന്നൊരു മോള്. അതാണ് രൂത്ത്. മോറൽ കറേജ് ഓഫ് രൂത്ത്. രൂത്തിന്റെ പുസ്തകം നമ്മളെല്ലാവരും വായിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന അമ്മമാര് നിങ്ങളുടെ പെൺമക്കളുടെ വിവാഹം ഉറപ്പിക്കുമ്പോൾ രൂത്തിന്റെ പുസ്തകം 3 തവണയെങ്കിലും വായിപ്പിക്കണം, ധ്യാനിപ്പിക്കണം. ഒപ്പം എന്നെ കേൾക്കുന്ന അമ്മമാര് നിങ്ങളുടെ ആൺപിള്ളേര് കെട്ടുമ്പോൾ, ആൺമക്കൾ കെട്ടുമ്പോൾ, കല്യാണം കഴിക്കുമ്പോൾ രൂത്തിന്റെ പുസ്തകം 3 തവണ വായിക്കണം. എന്തിനെന്നറിയാം? നവോമിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടും വേണം. രൂത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സഖി. രൂത്തിന് 3 പ്രത്യേകതകളാണ്. ഒന്ന്, ലാഭമില്ലാത്ത ബന്ധങ്ങളെ സ്നേഹിച്ചു. ലാഭമില്ലാത്ത ബന്ധങ്ങളെ സ്നേഹിച്ചു. ഇന്ന് നമ്മൾ ലാഭമില്ലാത്ത ഒന്നിലും ഇടപെടുകയല്ല. ഇങ്ങോട്ട് കല്യാണത്തിന് വിളിച്ചാൽ അങ്ങോട്ടും വിളിക്കും, ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ട്. ലാഭമില്ലാത്ത ഒന്നിലും എനിക്കും നിങ്ങൾക്ക് താല്പര്യം. രൂത്തിന്റെ 1ാമത്തെ പ്രത്യേകത ലാഭമില്ലാത്ത ബന്ധങ്ങളെ സ്നേഹിച്ചു. ഭർത്താവ് മരിച്ചുപോയൊരു പെങ്കൊച്ചാണ്, മക്കളില്ല. അപ്പൊ അമ്മച്ചി നവോമി പറയുന്നുണ്ട്, മോളെ മരുമോളെ രൂത്തെ, നീ പൊക്കോടി, നിനക്ക് നല്ല മണിമണി പോലെ പയറ് പോലുള്ള ആൺപിള്ളേരെ കിട്ടും. മോളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അമ്മച്ചിക്ക് എണ്ണയും കുഴമ്പ് മേടിച്ചോണ്ട് തേച്ചോണ്ട് ഇവിടെ കിടക്കാതെ മക്കളും പൊക്കോ. ഇന്നത്തെ മരുമക്കളാണെങ്കിൽ എപ്പ പോയെന്ന് ചോദിച്ചാ. പക്ഷെ രൂത്ത് പറഞ്ഞു, എന്റെ അമ്മച്ചി ഇരിക്കുന്നിടത്ത് ഞാനും ഇരിക്കും, എന്റെ അമ്മച്ചി പോകുന്നിടത്ത് ഞാനും. ലാഭമില്ലാത്ത ബന്ധങ്ങളെ സ്നേഹിച്ചു. 2, ജീവിതത്തെക്കാൾ വലുതായി കടപ്പാടുകളെ സ്നേഹിച്ചു. ജീവിതത്തെക്കാൾ വലുതായി കടപ്പാടുകളെ സ്നേഹിച്ചു. എന്താ ഈ ജീവിതം? അവൾക്കൊരു ജീവിതമുണ്ട്, ഭാവി. ഭർത്താവ് മരിച്ചു, തിരിച്ചു വീട്ടിൽ പോയ അപ്പനും അമ്മയോടുണ്ട്, മറ്റൊരു കല്യാണം ആലോചിക്കും. ഒരു ജീവിതം മുൻപിൽ തിളങ്ങി നിൽക്കും. പക്ഷേ അതിനേക്കാൾ വലുതാണ് ഈ പാവപ്പെട്ട അമ്മച്ചിയെ നോക്കുന്നത് എന്ന്, അമ്മായി അമ്മയെ നോക്കുന്നതെന്ന് രൂത്ത് ചിന്തിച്ചു. ധാർമ്മികത, ധാർമ്മിക ധീരത, മോറൽ കറേജ്. ജീവിതത്തെക്കാൾ വലുതായി കടപ്പാടുകളെ സ്നേഹിച്ചു. ഇന്നിപ്പോ ആരോടും കടപ്പാടില്ല. ബന്ധങ്ങളിലൊന്നും കടപ്പാടുകൾക്ക് സ്ഥാനമില്ല. നമ്മുടെ നിഘണ്ടുവില്ലെന്ന് ആ വാക്ക് മാഞ്ഞുപോയി. നമ്മളിപ്പോ പിള്ളേര് ആകെപ്പാടെ പെൺകുഞ്ഞുങ്ങൾ ഒന്നേ കാണുള്ളൂ. അതിനെ അങ്ങനെ വളർത്തി കെട്ടിച്ചു വിടുമ്പോഴേ 2 മൊബൈലും കൊടുത്താണ് വിടുക. മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മോള് വിളിച്ചോണം, ഡാഡിയെ മമ്മി കാറുമായിട്ട് വിടും, മോളിങ്ങി പോരെ, അവിടെ നിൽക്കണ്ട. കടപ്പാടുകളെ സ്നേഹിച്ചു രൂത്ത്. 3, കുടുംബത്തിന്റെ സൗന്ദര്യം വിധേയത്വമായി കണ്ടു. വിധേയത്വം, ഗുരുത്വം, വിധേയത്വം. പാവപ്പെട്ട ആ ഭവനത്തോടും മുതിർന്ന തലമുറയോടും. ഉദാഹരണത്തിന് ബോവസിന്റെ വയലിൽ ചെല്ലുമ്പോൾ, ബോവസ് രാത്രി ആ വരമ്പിൽ കിടന്നുറങ്ങുമ്പോൾ രൂത്ത് ആ പുതപ്പിന്റെ കാൽക്കൽ പൊക്കി രൂത്തിന്റെ പാദങ്ങളിൽ ചേർന്ന്, ബോവസിന്റെ പാദങ്ങളിലാണ് രൂത്ത് കിടക്കുന്നത്. ആ പാദം അത്ര സുന്ദരമൊന്നുമല്ല. ബോവസ് പകല് മുഴുവൻ കൊയ്ത്തും മെതിയും കഴിഞ്ഞ് കിടക്കുക. വിണ്ട് കീറിയ ചെളി പുരണ്ട പാദങ്ങളുള്ള ഒരു അന്യപുരുഷന്റെ, ചെറുപ്പക്കാരന്റെ ചെളി പിടിച്ച കാലുകളോട് ചേർന്ന് കിടക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്. അവളാണ് രൂത്ത്. ജീവിതത്തിന്റെ സൗന്ദര്യം വിധേയത്വമായി കണ്ടു. വിധേയത്വം. നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു വാക്കല്ലേ വിധേയത്വം. പണ്ടൊക്കെ എന്നെ കേൾക്കുന്ന അമ്മമാരൊക്കെ ഇരിക്കുന്നു, വളരെ സന്തോഷം. പണ്ടൊക്കെ നമ്മുടെ വീട്ടില് എന്നെക്കാൾ പ്രായമുള്ളവരുണ്ടല്ലോ. നമ്മുടെ അപ്പൻ പുറത്തു നിന്ന് സന്ധ്യക്ക് വരുമ്പോ ഈ പെൺമക്കള് വീട്ടിലെ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആൺമക്കളായാലും അവർ എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് അങ്ങ് മാറും, അല്ലെങ്കിൽ ഇരിക്കും. ഇപ്പോ നമുക്ക് വീടുകളിൽ ദിവാൻ കോട്ടുണ്ട്, പതുപതുത്തെ കുഷനുകളുള്ള സോഫയുണ്ട്. ഇന്ന് ഏതെങ്കിലും നമ്മുടെ ആൺകുഞ്ഞോ പെൺകുഞ്ഞോ അപ്പനോ അമ്മയോ വരുമ്പോൾ
ഒന്ന് അവനൊന്ന് അനങ്ങുമോ? എന്നോട് വിയോജിക്കുന്നവരുണ്ടാകാം ഇതിനകത്ത്. കാരണം അച്ഛോ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അതൊക്കെ അന്ധകാലം. ഇന്ന് അങ്ങനെയൊന്നും അല്ല. പ്രിയപ്പെട്ടവരെ, പരിഷ്കാരം കൂടിയപ്പോൾ നമ്മൾ കടലിൽ കളഞ്ഞൊരു കാര്യമാണ് സംസ്കാരം. നമ്മുടെ ഭവനങ്ങൾക്കും നസ്രാണി കുടുംബങ്ങൾക്കും ഒക്കെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. പരിഷ്കാരം കൂടിയപ്പോ നമ്മളുടെ സംസ്കാരം എടുത്ത് തോട്ടിൽ കളഞ്ഞു, അല്ലേ? അപ്പനെ കാണുമ്പോൾ അമ്മയെ കാണുമ്പോൾ, ഞാൻ കഴിഞ്ഞ ഇതിലത് പറഞ്ഞു, ആദ്യത്തെ തലക്കെട്ടൽ എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ. കുടുംബത്തിന്റെ സൗന്ദര്യം, ജീവിത സൗന്ദര്യം വിധേയത്വമെന്ന് കണ്ടു. ജീവിതത്തെക്കാൾ വലുതായ കടപ്പാടുകളെ സ്നേഹിച്ചു, ലാഭമില്ലാത്ത ബന്ധങ്ങളെ സ്നേഹിച്ചു. രൂത്ത് ബോവസിനെ വിളിച്ച എന്താ? ഓ മൈ റെഡീമർ എന്നാണ്, എന്റെ വീണ്ടെടുപ്പുകാര എന്നാണ് വിളിച്ചത്. ഭാര്യ ഭർത്താവിനെ വിളിക്കുകയാണ് എന്റെ വീണ്ടെടുപ്പുകാര. കൊള്ളാം. ഇപ്പൊ തന്നെ ഒന്നും കാലമില്ല, പേരാണ് വിളിക്കുന്നത്, അത് തന്നെ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പോന്നു. ഇപ്പൊ ഇനി എങ്ങോട്ട് നമ്മൾ പരിഷ്കരിക്കപ്പെട്ടു പോകുന്ന അറിയാൻ പാടില്ല. ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജും ഒക്കെ കടപുഴകി പോയപ്പോൾ കുടുംബജീവിതത്തിനകത്ത് ഈ ഇത്തരം കടപ്പാടുകൾ വിധേയത്വം പോയപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഇടിഞ്ഞു പോയത്. കേരളത്തിൽ ഏറ്റവും കുറച്ച് ഡിവോഴ്സ് നടക്കുന്ന സ്ഥലം വയനാടാണ്. കാരണം അവിടെ ഇപ്പോഴും നാഗരികതയിൽ അല്പം കുറവുണ്ട്, ഗ്രാമീണ ഭംഗി കൂടുതലുള്ള സ്ഥലം. പരിഷ്കാരം കൂടുമ്പോഴാണ് ബന്ധങ്ങൾ മുറിയുക. നമ്മുടെ പിള്ളേർക്ക്, നമ്മുടെ മക്കൾക്ക് IQ ഉണ്ട്, നമ്മൾ ചെക്ക് ചെയ്യും. EQ വേണ്ടത് RQ കൂടെയാണ് കേട്ടോ, റിലേഷണൽ ക്വസ്റ്റ്യൻസ്. ബന്ധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇന്ന് പത്രത്തിലൊക്കെ വളരെ ഭീകരമായ ചില വാർത്തകൾ. ഒരു അലനോ, ഞാൻ പേര് മറന്നുപോയി, ആ കുഞ്ഞിനെ കുറിച്ചൊക്കെ വായിച്ചു. ബന്ധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, റിലേഷണൽ ക്വസ്റ്റ്യൻസ്. IQ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെന്നേ, ഭാരപ്പെടണ്ട. അവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടും നമ്മുടെ മക്കൾ. പക്ഷെ RQ, റിലേഷണൽ ക്വസ്റ്റ്യൻസ്, ഇത് ബന്ധങ്ങളെക്കാൾ വലുത് കരിയറാണ്. ശരിയാണ്. ധാർമ്മിക ധീരത പറഞ്ഞു കൊടുക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു അമ്മയാണ് രൂത്ത്. 3. ദുര്യോധനൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ ഗാന്ധാരിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ. ഗാന്ധാരി മകൻ അനുഗ്രഹം വാങ്ങാൻ വരുമ്പോൾ പറയുന്നത് ധർമ്മോ രക്ഷിത എന്നാണ്. ഉണ്ണി, ധർമ്മം എവിടെയോ അവിടം ജയിക്കട്ടെ എന്ന്. നമ്മളാണെങ്കിൽ പറഞ്ഞതിന് മോനെ ആടിച്ചു പൊളിച്ച് മലർത്തിയിട്ട് വാടാ എന്നാ പറഞ്ഞേനെ. പക്ഷേ ഗാന്ധാരി മകനോട് പറഞ്ഞു ധർമ്മം എവിടെയോ അവിടം ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ നീ ധർമ്മത്തിന്റെ പക്ഷത്താണെങ്കിൽ നിനക്ക് ജയം. മക്കളെ ധർമ്മം പഠിപ്പിക്കുന്ന തലമുറ, രൂത്തിന്റെ ധാർമ്മിക ധീരത. മഴവില്ലഴകിൽ മൂന്നാമത്തേതും ഞാൻ അവിടെ വിടുകയാണ്. 1 പരിശുദ്ധ മറിയത്തിന്റെ ശീലങ്ങളുടെ സൗന്ദര്യം. 2 സിഫോറയുടെ ഉത്തരവാദിത്വ ബോധം. 3 രൂത്തിന്റെ ധാർമ്മിക ധീരത. 4 നക്ഷത്രം എന്നർത്ഥമുള്ള ഒരു പെൺകുട്ടിയുണ്ട് ബൈബിളിൽ, ഒരു അനുഗ്രഹിക്കപ്പെട്ട പെൺകുട്ടി. എസ്തേർ, സ്താറ എന്ന വാക്കിന്റെ അർത്ഥം നക്ഷത്രമെന്ന്. ടെൻഷൻ മാനേജ്മെന്റ് ഓഫ് എസ്തേർ, എസ്തേറിന്റെ സമ്മർദ്ദം കൈകാര്യം ചെയ്യൽ. ഒരു ആധുനിക മാതൃത്വത്തിന്റെ സൗന്ദര്യം 4ാം തലം. ആധുനിക മാതൃത്വം സ്വീകരിക്കേണ്ട ജീവിത സൗന്ദര്യത്തിന് തിരുവേദത്തിൽ നിന്ന് 4ാം ഇടം. എസ്തേറിന്റെ സമ്മർദ്ദം കൈകാര്യം ചെയ്യും. എസ്തേർ, ആ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഹദസ എന്നായിരുന്നു അവളുടെ പഴയ പേര്. അനാഥ പെൺകുട്ടി. അവൾ ദൈവാധീനം കൊണ്ട് രാജസന്നിധിയിൽ വന്നവളാണ്, രാജാവിന്റെ ഭാര്യയായി. അവൾ യഹൂദ പെൺകുട്ടിയാണെന്ന് രാജാവിന് അറിയില്ല. പക്ഷേ താഴെ തന്റെ ജനത്തിനു വേണ്ടി, അവരുടെ വിടുതലിനു വേണ്ടി കൊട്ടാരത്തിൽ ധൈര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു എസ്തേറിനെ കാണാം. ഈ തന്റെ ജനം നശിച്ചു പോകുന്ന ഘട്ടത്തിൽ ഭർത്താവാണെങ്കിൽ കൂടെ ഈ റാണിക്ക്, എസ്തേർ എന്ന റാണിക്ക് രാജാവിന്റെ മുമ്പിൽ ചെല്ലാൻ അനുവാദമില്ല. രാജാവിന്റെ മുമ്പിൽ അന്തഃപുരത്തിന്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ രാജാവിന്റെ കയ്യിലിരിക്കുന്ന രാജദണ്ഡ്
ചെല്ലുന്നയാളുടെ നേരെ നീട്ടുകയാണെങ്കിൽ മാത്രമേ അയാൾക്ക് അവിടെ പ്രവേശനമുള്ളൂ, അല്ലെങ്കിൽ അവരെ കൊന്നുകളയും. തനിക്ക് മരണം ഉറപ്പാകുമ്പോഴും തന്റെ ജനത്തിനു വേണ്ടി ഈ രാജാവിന്റെ അടുത്ത് ചെന്ന് റിസ്ക് എടുത്ത് തന്റെ തല പോകാവുന്ന സാഹചര്യത്തിൽ രാജസന്നിധിയിൽ ചെന്നവളാണ് എസ്തേർ. എസ്തേർ ജീവിതത്തിന്റെ ടെൻഷൻ മാനേജ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. എന്റെ സ്നേഹിതര് എസ്തേറിന്റെ പുസ്തകം വായിക്കണം. ഇന്ന് ചെറിയ പ്രതിസന്ധികളിൽ കൊഴിഞ്ഞു പോകുന്ന ജീവിതമാണ് നമ്മുടെ യുവത്വത്തിന്റെ. ഒരു ചെറിയ ടെൻഷൻ പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ലോകത്ത് ഒരു പൂട്ട് കമ്പനിക്കാരനും പൂട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ എന്നോട് പറയുന്നതാണ്, എനിക്കും ടെൻഷൻ ഉള്ള ആളാണ്. പൂട്ടിന്റെ കൂടെ താക്കോലും ഉണ്ടാകും. പക്ഷെ നാം പൂട്ടുകളെ കുറിച്ച് ഓർത്ത് കരയുക. ലോകത്തൊരു പൂട്ട് കമ്പനിക്കാരനും പൂട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ മക്കളോട് എസ്തേറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അനാഥ പെൺകുട്ടി അന്തഃപുരത്തിലെ റാണിയായ കഥ, അനാഥ പെൺകുട്ടി രാജ്യത്തിന്റെ പ്രഥമ വനിതയായ കഥ, അവൾ ജീവിതത്തിന്റെ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്ത വിധം, ആ പുസ്തകം ഒന്ന് വായിക്കണം. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കണം, പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഈ ചെടിച്ചട്ടികൾ ഉണ്ടായിരുന്നില്ല. വീടിന്റെ മുറ്റത്തെ കോണിൽ ഒരു ചെമ്പകം, ഒരു പിച്ചി, ഒരു റോസ, ഒരു മുല്ല ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അന്ന് നമ്മുടെ വീടിന്റെ മുറ്റമൊന്നും ഇങ്ങനെ ടൈല് പാകിയിരുന്നില്ല. മേൽപ്പറഞ്ഞ ചെടികൾ പൂക്കുമായിരുന്നു. പൂത്താൽ പൂക്കൾ ഇങ്ങനെ ദിവസങ്ങളോളം നിൽക്കുമായിരുന്നു. പടിഞ്ഞാറ് നിന്ന് വീശിയടിക്കുന്ന ചെറിയ കാറ്റിൽ മുല്ലപ്പൂവിന്റെ മണം തഴുകിയെത്തുമായിരുന്നു. റോസായുടെ മണം അടുത്ത് ചെല്ലുമ്പോഴേ കിട്ടുമായിരുന്നു. ചെമ്പകമൊക്കെ പൂത്താൽ ആ പരിസരം മുഴുവൻ സന്ധ്യകളിൽ സുഗന്ധമായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീടിന്റെ മുറ്റത്തെ മൂലയ്ക്കൊന്നും മുല്ലയും ചെമ്പകവും റോസും ഒന്നുമില്ല, സ്ഥലവുമില്ല. നാം ടൈലിട്ട് മിനുസപ്പെടുത്തിയിരിക്കും. വീടിന്റെ മുറ്റത്ത് ഒത്തിരി ചെടിച്ചട്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുമുണ്ട്. ഓർക്കിഡുകൾ പൂത്തു നിൽക്കുന്നു, ആന്തൂറിയം തളിർത്ത് നിൽക്കുന്നു, ചില ബഡ് റോസകൾ വിരിഞ്ഞു നിൽക്കുന്നു. പൂക്കൾ ഒരുപാടുണ്ട്. പക്ഷേ പടിഞ്ഞാറന്ന് പഴയതിനേക്കാൾ ശക്തിയായി കാറ്റുമുണ്ട്. പഴയ സുഗന്ധമില്ല. എന്തേ? പണ്ട് ചെറുകാറ്റ് വീശിയപ്പോൾ ഉണ്ടായ റോസയുടെയും മുല്ലയുടെ സുഗന്ധമില്ല. ചെടിച്ചട്ടികൾ നാം ഇങ്ങനെ സൂക്ഷിക്കുന്നു, ചെടികൾ പൂക്കുന്നു, രാവിലെയും വൈകുന്നേരവും വെള്ളവും ഒഴിക്കുന്നു. വെയിലിനനുസരിച്ച് ചട്ടികൾ മാറ്റിവെക്കുന്നു. ഒരു നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വല്ലാതെ തളരുന്നു. നമ്മുടെ പഴയ മുല്ലയ്ക്കൊന്നും നാം വെള്ളം ഒഴിച്ചിട്ടില്ല. പഴയ തലമുറയും പുതിയ തലമുറയും പോലെയാണ്. ജീവിതത്തിന്റെ വേനലിനെ പഴയ തലമുറ കൈകാര്യം ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. അത്ര കരുതലൊന്നുമില്ല. എന്നെ കേൾക്കുന്ന മുതിർന്ന തലമുറ നിങ്ങളെ ആരെയും വളർത്തിയതല്ല, വളർന്നതാണ് എങ്ങനെയൊക്കെയോ 7ഉം 8ഉം എണ്ണത്തിന്റെ ഇടയ്ക്ക്. ഇപ്പോൾ നമുക്ക് ഒരാളാണുള്ളത്, അല്ലെങ്കിൽ 2 എണ്ണം ഉണ്ട്. വളരുകയല്ല, വളർത്തുകയാണ്. പണ്ട് പ്രതിസന്ധികളിൽ നമ്മളങ്ങനെ വാടിപ്പോയിരുന്നില്ല, നിങ്ങളങ്ങനെ വാടിയിരുന്നില്ല, ഇങ്ങനെ പൂത്തു നിന്നിരുന്നു. വെള്ളമൊഴിക്കാതെ ഒരു മുല്ലയും വാടിക്കിടന്നിരുന്നില്ല. ഇന്നോ നമ്മുടെ മക്കൾ ചെറുകാറ്റത്ത് വാടിപ്പോവുകയാണ്. മുമ്പ് ഞാൻ RQവിനെ കുറിച്ച് പറഞ്ഞു, EQവിനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. വൈകാരിക പക്വത. എവിടെയാണ് ടെൻഷൻ ഇറക്കി വെക്കുക? ദാനിയേലിന്റെ ജീവിതത്തിൽ 6-ാം അധ്യായം 10-ാം വാക്യമുണ്ട്. ദാനിയേലിനെ കൊല്ലാൻ നെബൂഖദ്നേസർ കൽപ്പനയിട്ടപ്പോൾ ദാനിയേൽ തന്റെ വീട്ടിൽ ചെന്ന് മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്ന് താൻ മുൻപേ ചെയ്തു വന്നിരുന്നത് പോലെ 3 പ്രാവശ്യം മുട്ടന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ തനിക്ക് മരണവാറണ്ട് ഒപ്പിട്ട് കിട്ടിയപ്പോൾ, തനിക്ക് തൂക്കുമരം തയ്യാറാകുമ്പോൾ, താൻ തന്റെ മാളികമുറിയുടെ ഉള്ളിൽ കടന്നിരുന്ന തന്റെ ടെൻഷൻ മുഴുവൻ സ്വർഗത്തിലേക്ക് ഒരു വിൻഡോ തുറന്നിട്ട് അതിലൂടെ കളഞ്ഞു. ജെറുസലേമിന് നേരെ ജനാല തുറന്നിട്ടു.
ഇന്ന് നമ്മുടെ മക്കൾ ഒരുപാട് വിൻഡോസ് തുറക്കുന്നുണ്ട്. മൊബൈലിൽ ഒത്തിരി വിൻഡോസ് തുറക്കുന്നു. ലാപ്ടോപ്പിൽ അതിന്റെ സ്ക്രീനിൽ സ്ഥലമില്ലാതെ വണ്ണം ആപ്പുകൾ കുന്നുകൂടി കിടക്കുക. ചോദിക്കട്ടെ, ഒരുപാട് വിൻഡോസ് ഒരേ സമയം തുറന്നിട്ടാൽ എന്ത് സംഭവിക്കും? ഹാങ് ആവും, സ്പീഡ് കുറയും. അപ്പൊ സംഭവിച്ചിരിക്കുന്നതോ അതാണ്. ജീവിതത്തിൽ ഒരുപാട് വിൻഡോസ് തുറന്നിട്ടിരിക്കുന്നു, പലയിടത്തും ഹാങ് ആവുകയാണ്. ഹാങ് ആവുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് കേട്ടോ. വീടിന്റെ കഴുക്കോലിൽ ഒന്ന് ഹാങ് ആകാം, മനസ്സിലായിട്ടുണ്ടാകാം. പിന്നെ ജീവിതത്തിൽ മൊബൈൽ ഹാങ് ആവുന്നത് വേറെ. ഇന്ന് പലയിടത്തും ആത്മഹത്യകൾ പെരുകുന്നു, വിഷാദ രോഗികൾ കൂടുന്നു. ഒരുപാട് വിൻഡോസ് തുറക്കുന്നു. പക്ഷെ സ്വർഗത്തിലെ ജനാലയിൽ സ്വർഗത്തിലേക്ക് നിന്റെ വിൻഡോസ് തുറന്നിടാൻ നമ്മുടെ മക്കൾ മുട്ടുമുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുന്നതോളം സൗന്ദര്യം എന്റെ പ്രിയപ്പെട്ട അമ്മേ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, വേറെ എന്തിനുണ്ട്? നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ മുട്ടിന്മേൽ നിന്ന് അവൾ പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റൊരു സൗന്ദര്യം നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് വേറൊരു കാഴ്ചയിലും അവൾ 100 പവനിട്ട് സ്വർണ്ണാഭരണ വിഭൂഷതയായി നിന്നാലും കിട്ടില്ല. അവൾ ഏത് A+ വാങ്ങിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നാലും നിങ്ങളുടെ കുഞ്ഞു മുട്ടിന്മേൽ നിന്ന് സ്വർഗത്തിലെ അപ്പനെ നോക്കി പ്രാർത്ഥിക്കുന്ന സൗന്ദര്യം കിട്ടില്ല. നമ്മുടെ സമ്മർദ്ദങ്ങളിൽ നമ്മുടെ ജാലകങ്ങൾ തുറക്കുന്നു. വീടുകളൊക്കെ ഇന്ന് പ്രഷർ കുക്കർ പോലെയാണ്. പ്രഷർ കുക്കറിന് വിസിലില്ലെങ്കിൽ എന്നാ പറ്റും? അമ്മമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. വാൽവില്ലെങ്കിൽ എന്നാ പറ്റും? പൊട്ടിത്തെറിക്കും. ഒരു വാൽവ് ആവശ്യമായിരിക്കും. ദൈവസന്നിധിയിലേക്കുള്ള വിസിലാണ് പ്രാർത്ഥന. സങ്കീർത്തനത്തിൽ 55 സങ്കീർത്തനം 17 വാക്യമുണ്ട്, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും. മൂന്ന് വിസിലുണ്ടെന്നാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, കാലത്ത് വൈകിട്ട് ഉച്ചയ്ക്ക്. വീടൊരു പ്രഷർ കുക്കർ ആണെങ്കിൽ അതിന്റെ വാൽവാണ് കുടുംബ പ്രാർത്ഥന. എത്ര നേരം വിസിലടിക്കുന്നുണ്ട്? അമ്മമാർക്കറിയാം സാമ്പാറിന് ഇത്ര വിസില് വേണം, അവിയലിന് ഇത്ര വിസില് വേണം, കടല വേകാൻ ഇത്ര വിസില് വേണം, ചിക്കൻ ഇത്ര വിസില് വേണം. പക്ഷെ നിന്റെ ജീവിതത്തിന്റെ സമ്മർദ്ദം കുറയാൻ വീട്ടിൽ പ്രാർത്ഥനയുടെ പായിട്ട് എത്ര നേരം ആ വാൽവ് തുറക്കണം? വേഗാതെ കിടക്കുകയാണ്, ഉരുവിക്കിടക്കുകയാണ്. കാരണം വാൽവ് തുറക്കുന്നില്ലെന്നാണ്. അഞ്ചാമതായി, മഴവില്ലഴകിൽ അഞ്ചാമത്തേത്, 4 പേര് മറക്കരുത്, മറിയം, സിപ്പോറ, രൂത്ത്, എസ്തേർ. അഞ്ചാമത്തേത് തബീഥ. പുതിയ നിയമമാണ് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തിയുള്ള 9-ാം അധ്യായത്തിലുണ്ട് 36 മുതലുള്ള വാക്യങ്ങൾ. തബീഥ അവശേഷിപ്പിക്കുന്ന നന്മകളുടെ സൗന്ദര്യം, ബ്യൂട്ടി ഓഫ് ഗിവിംഗ്. തബീഥ പേടമാൻ. തബീഥ ഒരു തുന്നൽക്കാരിയായി. അപ്പോസ്തല പ്രവൃത്തികൾ 9 പിന്നീട് വായിക്കുന്നു. അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. പരിസരങ്ങൾക്ക്, തോഴിമാർക്ക്, കൂട്ടുകാർക്ക് എല്ലാവർക്കും. എന്തു ചെയ്യാം, അകാലത്തിൽ അവൾ മരണപ്പെട്ടു. അവളുടെ ശവം വെള്ള വിരിച്ച് കിടത്തിയിരിക്കുന്നു ഭൂമുഖത്ത്. കൂട്ടുകാരും തുന്നൽപ്പണിയിൽ സഹായിച്ചവരും അവൾ വസ്ത്രം തുന്നിക്കൊടുത്തവരും ഒക്കെ വന്നിട്ടുണ്ട് ആ വീട്ടിൽ ശവമഞ്ചത്തിനരികെ വിലപിക്കാൻ. തബീഥ നിർനിന്മേഷയായി മരണം പുൽകിക്കിടക്കുന്നു. അവരുടെ ചുണ്ടുകൾ മരണത്തിന്റെ വീഞ്ഞു കുടിച്ചിരിക്കുന്നു. എന്നാൽ ചുറ്റുനിന്ന് കരയുന്നവർ എങ്ങനെയാണ് കരയുന്നതെന്ന് അറിയാം. പിന്നീട് നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 9:36 മുതൽ വായിക്കും. ചുറ്റുനിന്ന് കരയുന്നവർ തബീഥ ജീവിച്ചിരുന്നപ്പോൾ അവൾ തുന്നിക്കൊടുത്ത വസ്ത്രങ്ങളും കുപ്പായങ്ങളും ഉയർത്തി കാണിച്ചുകൊണ്ട് കരയുകയാണ്. ഞങ്ങളുടെ തബീഥ മരിച്ചുപോയി എന്ന് പറഞ്ഞ് അലറിക്കരയും. തബീഥ മരിച്ചപ്പോൾ അവൾ അവശേഷിപ്പിച്ചു പോയ ശേഷിപ്പുകൾ അവളുടെ ഓർമ്മകളുടെ സുഗന്ധം കൂട്ടി. ബ്യൂട്ടി ഓഫ് ഗിവിംഗ്. അവൾ എന്ത് ശേഷിപ്പിച്ചു ഈ ലോകത്തിൽ? അവൾ ഒരു തുന്നൽക്കാരിയായി. തുന്നൽ എന്ന് പറയുക കൂട്ടിക്കെട്ടലുകളാണ്. മുറിഞ്ഞിരിക്കുന്ന ബന്ധങ്ങളെ കൂട്ടിക്കെട്ടുന്നവളാണ് തുന്നൽക്കാരി. അവളെല്ലാം കൂട്ടിക്കെട്ടിയിരുന്നു. പല കഷണമായിരുന്നതിനെ കൂട്ടിക്കെട്ടിയിരുന്നു. നമ്മൾ ഇന്ന് മുറിവുണ്ടാക്കുന്നവരോ മുറിവുണക്കുന്നവരോ. നമ്മൾ കടന്നുപോയി കഴിയുമ്പോൾ, ഇന്നാര് മരിച്ചുപോയി എന്നറിയുമ്പോൾ എത്ര പേർ വിഷമിക്കും?
നമ്മൾ ശേഷിപ്പിച്ച എന്ത് മുറിവുണക്കലുകളാണ് നാട്ടുകാർക്ക് കാണിക്കാനുണ്ടാവുക? നമ്മളെ ഓർത്ത് കാണിക്കാനും കരയാനും ഓർത്തിരിക്കാനും എന്ത് നന്മയുടെ ശേഷിപ്പുകൾ ഉണ്ടാവും? എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച്. നിങ്ങളും ഞാനും മരിച്ചു പോയാൽ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എത്ര പേർ പറയും? ഇപ്പോഴൊത്തിരി പ്രതിസന്ധിയുണ്ട്. ദീപിക പാദുക്കോൺ പറഞ്ഞ ഒരു പ്രസ്താവന എനിക്ക് ഇഷ്ടമായി. ദീപിക പദുക്കോൺ പറഞ്ഞത്, ഒരു ശവസംസ്കാരത്തിന് 20 പേർ മതിയാകും. നാട്ടിലിപ്പോ അങ്ങനെയാണല്ലോ സംസ്കാര ശുശ്രൂഷകർ. കാരണം ഒരാൾ മരിച്ചാൽ ആത്മാർത്ഥമായി കരയുന്ന 20 പേര് താഴെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വന്ന് കണ്ട് മടങ്ങുന്നവരും ഒക്കെയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല ബാക്കിയുള്ളവരുടെ ആത്മാർത്ഥം. അവർ വന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. 20 നാട്ടിലെ ലിമിറ്റ് കേട്ടോ. ദീപിക പദുക്കോൺ പറഞ്ഞു, ഒരു വിവാഹത്തിന് 50 പേർ മതിയാകും. കാരണം ഒരു കല്യാണത്തിന് ശരിക്കും സന്തോഷിക്കുന്ന 50 പേരുണ്ടാവുള്ളൂ. ബാക്കി വരുന്നവരൊക്കെ ഐസ്ക്രീമിന് മധുരമില്ല എന്ന് പദം പറഞ്ഞിട്ട് പോത്തേ ഉള്ളൂ. ചെറുക്കന്റെ കൂട്ടത്തിൽ നിന്ന് 25, പെണ്ണിന്റെ കൂട്ടത്തിൽ നിന്ന് 25. ശരിക്കും പള്ളിയിൽ നിന്ന് നൊന്ത് പ്രാർത്ഥിക്കുന്ന ഇത്രയും പേരല്ലേ ഉള്ളൂ. എനിക്ക് ആ സ്ത്രീയോട് ആദരവ് തോന്നി. സത്യമാണ്, സത്യമാണ്. ഓർക്കണം, ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതാണ്, ഓർക്കാൻ എന്തുണ്ടാകും? നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ 2 ചോദ്യം ഉണ്ടാകും. ഒന്ന്, ഹൗ ലോങ് യു ആർ ലിവിങ്, എത്ര നാൾ ജീവിച്ചു? ലോകം മാർക്കിടും, അച്ചായന് ഇത്ര വയസ്സ് വരെ കൊള്ളാം. മറ്റൊരു ചോദ്യമുണ്ട്, ഹൗ യു ആർ ലിവിങ്, നീ എങ്ങനെ ജീവിച്ചു? എനിക്ക്, നിങ്ങൾക്ക് എന്തുത്തരം? നമ്മളൊക്കെ ജീവിതം കാണിച്ച് ജീവിക്കുക. തബീഥ ജീവിച്ചു കാണിക്കുകയായി. നമ്മളൊക്കെ ജീവിതം കാണിച്ച് ജീവിക്കുകയാണ്. 4 പേര് കാണാൻ ഒരു കുഴപ്പമില്ല. തബീഥ ജീവിതം ജീവിച്ചു കാണിക്കുക. ഓർക്കണം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അവസാനം. അത് പണ്ടേ പൊട്ടിച്ചതാണ്. നേരത്തെ പൊട്ടിച്ച ക്വസ്റ്റ്യൻ പേപ്പറിനൊന്നും നമ്മൾ ഇന്ന് വരെ തോറ്റിട്ടില്ല ഒരു പരീക്ഷയിൽ. സമയത്ത് പൊട്ടിച്ചതിന് തോറ്റിട്ടില്ല. അറിയാതെ നിങ്ങളെല്ലാവരും വളരെ പ്രബുദ്ധരാണ്. പക്ഷേ നേരത്തെ പൊട്ടിച്ച ക്വസ്റ്റ്യൻ പേപ്പറിന് നോക്കുവോ? നോക്കും. 2000 മുമ്പ് പൊട്ടിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷണം തന്നോ? ഉത്തരം മേളിൽ എഴുതാനുള്ളതാ. ഞാൻ 8 നില പൊട്ടും, നിങ്ങളുടെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ രോഗിയായിരുന്നു, എന്നെ ആശ്വസിപ്പിച്ചോ? നേരത്തെ കിട്ടിയ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പൊട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ നഗ്നനായിരുന്നു, ഉടുപ്പിച്ചോ? ഞാൻ പൊട്ടും. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ പരദേശിയായിരുന്നു, പാർപ്പിടം തന്നോ? ഞാൻ തോറ്റുപോകും. 5, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, സന്ദർശിച്ചോ? 2000 വർഷം മുമ്പ് കിട്ടിയ ക്വസ്റ്റ്യന് ഉത്തരം നോക്കുന്നത് ഇനി എന്നാണെന്ന് ആർക്കറിയാം? ന്യായവിധിയുടെ നാളെ. എത്ര നിലയിൽ നമ്മൾ പരാജയപ്പെടും. അവശേഷിപ്പുമുണ്ട്, തിരുശേഷിപ്പുമുണ്ട്. തബീഥ ശേഷിപ്പിച്ചതൊക്കെ തിരുശേഷിപ്പുകൾ. നമ്മൾ പൊക്കഴിയുമ്പോൾ കുറെ ഓട്ടക്കാലണയും അലൂമിനിയം പാത്രവും ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറും ഒരു കാലൊടിഞ്ഞൊരു കട്ടിലും ഒക്കെ അല്ലാതെ വേറെന്തുണ്ടാവും? അവശേഷിപ്പുകളുമുണ്ട്, തിരുശേഷിപ്പുകളുമുണ്ട്. ദ്രവ്യം നാം ശേഷിപ്പിച്ചു പോകും. നമ്മുടെ മക്കൾക്ക് വേണ്ടി കുറച്ച് പണമൊക്കെ ശേഖരിച്ചു വെക്കും. ദ്രവ്യം ദ്രവിച്ചു പോകുന്നതാണെന്ന് നമുക്കറിയാം, എങ്കിലും നമ്മൾ ആ അർത്ഥം നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തബീഥ അവശേഷിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. നാം എന്ത് ശേഷിപ്പിക്കും എന്നുള്ളതാണ് തബീഥ ചോദിക്കുന്നത്. ഒരു അമ്മ മരിച്ചു പോയി കഴിയുമ്പോൾ ചോദിക്കും, എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ. തബീഥ അവശേഷിപ്പിക്കുന്ന ബ്യൂട്ടി ഓഫ് ഗിവിങ്, നൽകലുകളുടെ സൗന്ദര്യം. വളരെ വേഗം എനിക്ക് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. നമ്മളൊക്കെ പോകുമ്പോൾ ചില സുഹൃതങ്ങളുടെ ബ്ലെസ്സിങ് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. കല്യാണം കഴിഞ്ഞ് 3 വർഷമായില്ലേ. ഒരു പ്രണയം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഊഷ്മളത ഇപ്പോഴില്ല. ഒരു സൗഹൃദം സ്ഥാപിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോഴില്ല. ഒരു വീട്ടിലേക്ക് പ്രിയപ്പെട്ട അമ്മയെ നിങ്ങൾ വന്നു കയറിയപ്പോൾ ഉണ്ടായിരുന്ന ആ സ്നേഹം ഇപ്പോൾ. അപ്പൊ ഈ തുടങ്ങിയതൊന്നും ഇപ്പോഴങ്ങനെ നിലനിർത്തുന്നില്ല എന്നുള്ളതാണ്.
തുടക്കത്തിൽ അതിനോട് പുലർത്തുന്ന ഒരടുപ്പം, ആ ഊഷ്മളതയുടെ ഗ്രാഫ് താന്നു പോയിരിക്കും. നമ്മൾ പൊക്കഴിയുമ്പോൾ എന്ത് ഉണ്ടാവും ഉയർത്തിപ്പിടിച്ച് കരയാൻ നമുക്ക് ശേഷമുള്ളവർക്ക്. ആരംഭത്തിൽ എല്ലാത്തിനും ലഹരി ഉണ്ട് കേട്ടോ, ദാമ്പത്യത്തിനും പ്രണയത്തിനും സ്നേഹത്തിനും എല്ലാം. പക്ഷേ പിന്നീട് എപ്പോഴോ മടുപ്പിച്ചു തുടങ്ങും. ഉൽപ്പത്തി 27:36 ഏശാവ് ചോദിക്കുന്നുണ്ട് അപ്പനോട്, ഒരനുഗ്രഹം പോലും എനിക്ക് ബാക്കി വെച്ചിട്ടില്ലേ? എല്ലാം യാക്കോബിന് കൊടുത്തോ? ആ കിടക്കയിൽ കിടക്കുന്ന അപ്പന് മരിച്ചാൽ മതി തോന്നിക്കാണും. ഇതിൽ പരം എന്തുണ്ട് ഒരു ഗതികേട്? മരിക്കാൻ കിടക്കുന്ന ഇസഹാക്ക് മൂത്ത മകന്റെ ചോദ്യശരങ്ങൾ നേരിടേണ്ടി വരുന്നൊരു, അത് നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ യാക്കോബിനെ കുറിച്ച് ചിന്തിക്കുന്നു. മറ്റേ പുള്ളി വലിയ ഇറച്ചിയൊക്കെ പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോ അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പാ എല്ലാ അനുഗ്രഹം ഇളയവന് കൊടുത്തോ? ഒരനുഗ്രഹം പോലും എനിക്ക് ബാക്കി വെച്ചിട്ടില്ലേ? ആ കിടന്ന കിടപ്പില് ജീവൻ പോയിരുന്നെങ്കിൽ എന്ന് ആ അപ്പൻ ചിന്തിച്ചിട്ടുണ്ടാവും. ഇവിടെ എന്തു ബാക്കി വെക്കുന്നു എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ. എന്ത് ബാക്കി ഉണ്ടാവും? ബ്യൂട്ടി ഓഫ് ഗിവിങ്. ആറാമത്തത് മഴവില്ലഴക്, അമ്മമാരുടെ മഴവില്ലഴക്. 5 കാര്യങ്ങൾ മറക്കരുത്. നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് 4 മിനിറ്റ് കൊണ്ട് തീർക്കണം. എന്റെ സമയം അവിടെ വരെയാണ്. 6, ജ്ഞാനായക്കാരിയുടെ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം. ജ്ഞാനായക്കാരിയെ നിങ്ങൾക്കറിയാം, കർത്താവിന്റെ പിറകെ ഭൂതോപദ്രവം ബാധിച്ച് മകൾക്ക് വേണ്ടി കേണ് നടന്ന ഒരു സ്ത്രീ, ഒരമ്മ. വിശുദ്ധ മത്തായി 15:20-21 മുതൽ, സെന്റ് മാത്യു 15:21-28. പൊതുജനമധ്യത്തിൽ ആത്മാഭിമാനത്തിന്റെ കുംഭം ഉടഞ്ഞുപോയ ഒരു അമ്മയാണ്. മകളുടെ ഉപദ്രവം മാറാൻ വേണ്ടി കരഞ്ഞു പിറകെ നടക്കുമ്പോൾ ശിഷ്യന്മാരൊക്കെ കർത്താവിനോട് പറയുന്നുണ്ട്, എന്നെങ്കിലും കൊടുത്തു വിട്ടത്. അപ്പോൾ കർത്താവ് അവളെ നായെന്നൊക്കെ വിളിക്കുന്നുണ്ട്. നായ്ക്കുട്ടികൾക്ക് ഇന്നാണെങ്കിൽ വനിതാ കമ്മീഷൻ കേസെടുത്തേനെ കർത്താവിനെതിരെ. അന്ന് ആ കമ്മീഷൻ ഇല്ലാത്തത് കൊണ്ട് കേസ് ഉണ്ടായില്ല. അപ്പൊ യേശു ക്രിസ്തു അവളെ നായ്ക്കുട്ടി എന്ന് വിളിച്ചു. സമൂഹ മധ്യത്തിൽ അവളുടെ ആത്മാഭിമാനത്തിന്റെ മുഴുവൻ അനുഭവങ്ങളും ഉടഞ്ഞുപോയി. എന്നിട്ടും പരസ്യ നിന്ദനങ്ങളും ഐഡന്റിറ്റി ക്രൈസിസും വന്നിട്ടും അവൾ പറയുകയാണ്, വിശ്വാസത്തിന്റെ സൗന്ദര്യം അവൾ ക്രിസ്തുവിന്റെ മുമ്പിൽ കാഴ്ചവെച്ചു. ജ്ഞാനായക്കാരിയുടെ ആത്മാഭിമാനം ഓർക്കണം, സെൽഫ് എസ്റ്റീം. എന്നെ കേൾക്കുന്ന അമ്മമാരെ, ഒരു തലമുറയ്ക്കുടെ സുബോധത്തിന് വേണ്ടി കരയേണ്ട കാലമാണ്. ആ അമ്മ വന്നത് മകളുടെ സുബോധത്തിന് വേണ്ടി കരയാണ്. മക്കളുടെ നേട്ടങ്ങൾക്കും ജീവിതത്തിന്റെ ഭാവിക്കും വേണ്ടി നാം കരയാറുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളുടെ സുബോധത്തിന് വേണ്ടി കരയേണ്ട കാലമാണ്. അവൾ വന്നത് മകൾക്ക് സുബോധം ഉണ്ടാകാനാണ്. സുബോധം നഷ്ടപ്പെട്ടൊരു കാലത്തിൽ, മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലത്തിൽ, മക്കൾ പിടിതരാത്തൊരു കാലത്തിൽ, ഗുരുത്വം നഷ്ടപ്പെട്ടൊരു കാലത്തിൽ അവൾ സമൂഹ മധ്യത്തിൽ അവഹേളിക്കപ്പെട്ടിട്ട് ഈ പാവപ്പെട്ടവൾ അവളുടെ ആത്മാഭിമാനം, വിശ്വാസം കൊണ്ട് അവൾ അതിജീവിക്കുകയാണ്. ഓർക്കണം, നാം എത്ര പേരുടെ ആത്മാഭിമാനം ഉടച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മാഭിമാനം ഉടഞ്ഞു പോയപ്പോൾ നാം നിലനിന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ്, അവൻ UKG ക്ലാസ്സിലാണ്. അവൻ വീട്ടിൽ വരുമ്പോൾ ഒരു ദിവസം അവൻ വന്ന പാടെ സ്കൂൾ ബസ് വിട്ട് ഓടി ഇറങ്ങി വീട്ടിൽ വന്നിട്ട് അവൻ സ്കൂൾ ബാഗ് എടുത്ത് എറിഞ്ഞിട്ട് കട്ടിലിൽ പോയി കമന്ന് കിടക്കാണ്. കരയാണ്, ഭയങ്കര കരച്ചിൽ. അവന്റെ അമ്മ ചോദിച്ചു, മോനെ എന്നാ പറ്റി? അവൻ പറഞ്ഞു, സ്കൂളിൽ എല്ലാവരും എന്നെ മണ്ട എന്നാ വിളിക്കുന്നത്. ഞാൻ മണ്ടനാണോ മമ്മി? അമ്മ പറഞ്ഞു, മോ മണ്ടനല്ല. ആര് പറഞ്ഞു മോ മണ്ടനാണെന്ന്? മോൻ എഴുന്നേറ്റേ, വന്ന് ഡ്രസ്സ് മാറിക്കേ, ചായ കുടിച്ചേ, സ്നാക്സ് കഴിച്ചേ. അവൻ പിന്നെയും അവിടെ കിടന്ന് കരഞ്ഞു, ഭയങ്കര കരച്ചില്ല. അമ്മ ചോദിച്ചു, നീ എന്നതിനാ കരയുന്നത്? ഞാൻ മണ്ടനാണോ മമ്മി? അമ്മ പറഞ്ഞു, ഈ മണ്ടനല്ല, മോൻ മണ്ടനല്ല കേട്ടോ, എന്റെ മോൻ മണ്ടനല്ല. അവൻ പിന്നെയും കരച്ചിലൊക്കെ നിർത്തി എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പിന്നെയും കരച്ചു. മമ്മി ചോദിച്ചു,
ഞാൻ മണ്ടനാണോ മമ്മി? ശരിക്കും ഞാൻ മണ്ടനാണോ മമ്മി? മമ്മിക്ക് ദേഷ്യം വന്നു. മമ്മി പറഞ്ഞു, നീ മണ്ടനല്ലടാ മണ്ട. ആ കുഞ്ഞിന് നിവൃത്തിയായി. അവനെ മണ്ടനെന്ന് വിളിക്കാൻ ഇനി ഒരാൾ കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് അവൻ ആ വീട്ടിലേക്ക് വന്നത്. അറിയാതെയെങ്കിലും ആ അമ്മ പറഞ്ഞത്, നീ മണ്ടനല്ലടാ മണ്ടാണ്. അറിയാതെ ആ കുഞ്ഞിന്റെ ആത്മാഭിമാനം ഉടഞ്ഞു പോയില്ലേ? നാം അറിയാതെ ചില മുറിവുകൾ എവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? എങ്ങനെ നാം നിലനിൽക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. ഓർക്കണം, ആറാമത്തെ കാര്യവും ഞാൻ അവിടെ അവസാനിപ്പിക്കുക. ഹനാനക്കാരിയുടെ ആത്മാഭിമാനത്തിന്റെ മഴവില്ലഴക്. അവസാനമായി ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 25-ാം വാക്യമാണ്. അധികം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീ ഉണ്ട് അവിടെ, അബീഗയിൽ. അബീഗയിലിന്റെ വിവേകം. എ ക്ലെവർ വുമൺ, അബീഗയിൽ. ഞാൻ സമയം വൈകുന്നതുകൊണ്ട് 1 മണിക്കൂറായി. അതിന്റെ പശ്ചാത്തലം എന്റെ കേൾവിക്കാർക്ക് വിടുകയാണ്. 1 ശമൂവേൽ 25 വായിച്ചോണം. അനിതര സാധാരണമായ ഒരു വ്യക്തിത്വമാണ്. അതീവ സമ്പന്നനായ നാബാലിന്റെ ഭാര്യയാണ് അബീഗയിൽ. നാബാല് ദാവീദിനോട് ബുദ്ധിയില്ലായ്മ കാണിക്കുമ്പോൾ ദാവീദ് ഒരിക്കൽ അബീഗയിലിന്റെ വീട്ടിൽ, നാബാലിന്റെയും അബീഗയിലിന്റെ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഈ നാബാലിന്റെ വീട്ടിൽ ഒരു വലിയ വിരുന്ന് നടക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ യാത്രക്കിടയിൽ ആ വീട്ടിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നു, ഇത്തിരി ഭക്ഷണം കഴിക്കാൻ കുറച്ചു പേർക്ക് തന്റെ കൂടെയുള്ളവർ. നാബാൽ അടിച്ച് വളരെ മദ്യപിച്ച് മതോന്മത്തനായിരിക്കുന്ന നാബാൽ പറഞ്ഞു, ഏത് ദാവീദ്? എവിടുത്തെ ദാവീദ്? ദാവീദ് പോകാൻ പറ എന്ന് പറഞ്ഞു. ദാവീദിനെ വെള്ളം അടിച്ചതിന്റെ ബലത്തിൽ തെറി പറഞ്ഞു. രാജ്യം ഭരിക്കുന്ന രാജാവാണ് ദാവീദ് എന്ന് ഓർക്കണം. ഇത് ദാവീദ് അറിഞ്ഞു. ദാവീദ് സൈന്യവുമായി ഈ നാബാലിന്റെ വീട്ടിലേക്ക് എല്ലുകയാണ്. അപ്പോൾ ഈ വന്ന് രാജാവ് വീട്ടിൽ കയറി കഴിഞ്ഞാൽ വീട് നാബാലിനെ കൊല്ലും, അബീഗയിലിനെ തട്ടും, ആ വീട്ടിലെ വിരുന്നും തീരും, സകലതും തീരും. പക്ഷേ ഈ സ്ത്രീ ഉണ്ടല്ലോ നാബാൽ, ഞാൻ പെട്ടെന്ന് പറയാം, ഈ അബീഗയില് ഈ വീട് നശിക്കാതിരിക്കാൻ ആ വിരുന്ന് ഉപേക്ഷിച്ചിട്ട് കുറെ വിരുന്നു സാധനങ്ങൾ, കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കനും ഐസ്ക്രീമും അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ എടുത്ത് അങ്ങനെ കൂട്ടിക്കും. അങ്ങനെ കുറെ സാധനങ്ങളും എടുത്ത് കുറെ ആളുകളെയും കൂട്ടി കഴുതപ്പുറത്ത് ദാവീദിന്റെ ഈ സൈന്യങ്ങളുടെ അടുത്തേക്ക് പോകാം. വഴിയിൽ വെച്ച് ദാവീദിനെ കണ്ടു, രാജാവിനെ കണ്ടു. ദാവീദിന്റെ മുന്നിൽ മുട്ടുകുത്തി, പിന്നെ എന്റെ കുറ്റം എന്റെ തലയിൽ ഇരിക്കട്ടെ, എന്റെ ഭർത്താവിന്റെ കുറ്റം എന്റെ തലയിൽ ഇരിക്കട്ടെ, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് വഴിയിൽ വെച്ച്, പാതി വഴിയിൽ വെച്ച് ദാവീദ് രാജാവിന്റെ കോപത്തെ ശമിപ്പിക്കുന്ന അബീഗയിലുണ്ട്. ഈ അബീഗയിൽ പിന്നീട് ദാവീദിന്റെ ഭാര്യയായി. അത് വേറെ കഥ. എന്തായിരുന്നാലും ഭർത്താവ് വികാരം കൊണ്ട് വീട് നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ഭാര്യ വിവേകം കൊണ്ട് വീട് നേടിയെടുത്തു. അവളാണ് അബീഗയിലിന്റെ വിവേകം. ഒരു വീട്ടിൽ വിവേകത്തിന്റെ സൗന്ദര്യം ഒരമ്മയിൽ നിന്നുണ്ടാകണം. വികാരം കൊണ്ട് ഭർത്താവ് മദ്യത്തിന്റെ ഫലമായുള്ള വികാരം കൊണ്ട് വീട് നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോ വിവേകം കൊണ്ട് വീട് നേടിയെടുത്തവളാണ് നാബാൽ. എന്നാൽ ഈ വീട്ടിൽ ഈ ഭർത്താവ് വെള്ളമടിച്ച് തെറി പറഞ്ഞ സമയത്ത് അബീഗയിൽ മിണ്ടിയതേ ഇല്ല കേട്ടോ. ഭർത്താവിനോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. ബുദ്ധിയുള്ള സ്ത്രീ അങ്ങനെയാണ്. ചിലര് മദ്യപിച്ചില്ലെങ്കിലും 2 കൊടുക്കത്തക്കോലുള്ള വാക്ക് പറയാറുള്ള പലയിടത്തും. ഈ പല സ്ത്രീകളുടെ വർത്തമാനം കേട്ടിട്ട് ഭർത്താക്കന്മാര് മദ്യപിക്കുന്ന വീടുകളുണ്ട്. പക്ഷേ നോക്കിക്കോണം, ഈ വീട്ടിൽ നാബാല് മദ്യപിച്ച് ഊസായിരുന്നിട്ട് പോലും ഈ ഭാര്യ മിണ്ടുന്നില്ല. ബുദ്ധിയുള്ള സ്ത്രീയുടെ ലക്ഷണം അതാണ്. ഓർക്കണം, വികാരം വാതിലിലൂടെ അകത്ത് കിടക്കുമ്പോൾ വിവേകം ജനലിലൂടെ പുറത്തിയാടുമെന്ന് പറയും. 2 പുരുഷന്മാർ ശത്രുക്കളാകുമ്പോൾ രാജ്യം ഭരിക്കുന്ന ദാവീദും നാബാലും അവരുടെ ഇടയിൽ നിന്ന് ബുദ്ധിയോടെ ആ വീടിന്റെ AC ആയി പ്രവർത്തിക്കുകയാണ് അമ്മ. അതുകൊണ്ടാണ് സ്ത്രീയെ കുറിച്ച് സാധാരണ പറയാറുണ്ട്, കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ എന്ന് പറഞ്ഞാൽ കാര്യത്തിൽ മന്ത്രിയാണ്, കാര്യേശു മന്ത്രി, കർമ്മേശു ദാസി, രൂപേശു ലക്ഷ്മി എന്ന് പറയും. അബീഗയിലിന്റെ വിവേകം കൊണ്ട് ആ വീട് നേടിയെടുക്കുന്നു. വിവേകമുള്ളവന്റെ നയമാണ് വിനയമെങ്കിൽ അബീഗയിൽ നിന്നുണ്ടായിരുന്നു. മിരിയാം മോശക്കുഞ്ഞിനെ വീണ്ടെടുക്കുന്ന പുഴക്കടവിലെ ടെക്നിക്
സ്ത്രീയുടെ വിനയമാണ് വീടിന്റെ സൗന്ദര്യം. ആ വീടിന്റെ AC ആയിരുന്നു, വീടിനെ തണുപ്പിച്ച AC ആണ് ആര്യ അബീഗയിൽ. നമ്മൾ വീടിന്റെ ഹീറ്റർ ആണോ AC ആണോ എന്നൊന്ന് ചിന്തിച്ചോണം. എന്നെ കേൾക്കുന്ന ഭർത്താക്കന്മാരെ, എന്നെ കേൾക്കുന്ന ഭാര്യമാരെ, നമ്മൾ വീടിന്റെ AC ആണോ ഹീറ്റർ ആണോ? എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പല അച്ചായന്മാരെയും മൂപ്പിച്ചു കൊടുക്കുന്ന ഭാര്യമാരാണ്. രണ്ട് പറയണോ അച്ചായ കേട്ടോ, ഇന്ന് തന്നെ വിളിച്ച് രണ്ട് പറയണം എന്നൊക്കെ പറയും. നമ്മൾ ഹീറ്റർ ആണോ AC ആണോ? പോട്ടെ, സാരമില്ല എന്ന് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഒരു സ്ത്രീയല്ലേ, ഒരു അമ്മയല്ലേ? 7 വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. മഴവില്ലഴക്, സ്ത്രീത്വത്തിന്റെ മഴവില്ലഴക്. അക്കമിട്ട് ഞാൻ ഇവിടുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു നിമിഷം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ എന്നോടൊപ്പം പറയാം. പറഞ്ഞിട്ട് എങ്കിലേ ഈ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു പൂർണ്ണത ഉണ്ടാകൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് അവിടെ ഇരുന്ന് ഉറക്കം പറഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷമാണ്. പറയാം, സ്ത്രീത്വത്തിൽ ഇന്ന് രാത്രി നാം ചിന്തിച്ചത് ഒന്നാമത്തേത് എന്താണ്? മറിയത്തിന്റെ ശീലങ്ങളുടെ സൗന്ദര്യം, ലൈഫ് സ്റ്റൈൽ ബ്യൂട്ടി ഓഫ് നസറേത്ത്. രണ്ടാമത്തേത് പഠിപ്പിക്കുന്ന ഉത്തരവാദിത്തബോധം. ബുദ്ധിയുള്ളവരാരും അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തേത് ധാർമ്മിക ജീവിതം, രൂത്തിന്റെ ധാർമ്മികത. നാലാമത്തേത് നാലാമത്തേത് സമ്മർദ്ദം കൈകാര്യം ചെയ്യൽ. അഞ്ചാമത്തേത് ശേഷിപ്പ്. അഞ്ചാമത്തേത് സെൽഫ് എസ്റ്റീം. ഏഴാമത്തേത് വിവേകം. മഴവില്ല് സുന്ദരം. 7 നിറങ്ങളും നമുക്ക് ഇഷ്ടമാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, അല്ലേ? യെല്ലോ, ഓറഞ്ച്, റെഡ്. പോലെ നിലാവിനെപ്പോഴേക്കാൾ ഇഷ്ടമാണ് മഴവില്ല്. ഇതാ 7 സ്ത്രീകൾ മഴവില്ല് പോലെ അമ്മയുടെ പെരുന്നാളിന്റെ രാത്രിയിൽ വേദപുസ്തകത്തിൽ നിന്നും നമ്മോട് സംസാരിച്ചു. അത് മനസ്സിലുണ്ടാകണം. സ്നേഹപൂർവ്വം എന്നോട് ശ്രദ്ധിച്ച, ഈ രാത്രിയിൽ വേദത്തിന് ചെവി കൊടുത്ത, ധ്യാന ചിന്തകൾക്ക് ചെവി തന്ന എല്ലാവർക്കും നന്ദി, സ്നേഹത്തിന്റെ പ്രണാമം.